അക്കൗണ്ടൻസിയില ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും മറ്റും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുവാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് സുമേഷ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2006 ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. പർട്ടിക്കുലേഴ്സിൽ ഐറ്റംസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. തീർച്ചയായിട്ടും ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളുടെ ഷോപ്പ് തുറക്കുമ്പോൾ ആദ്യത്തെ ഡേറ്റിൽ തന്നെ നമ്മുടെ ഷോപ്പിനകത്ത് കാണുന്ന സ്റ്റോക്കാണ്. അത് 8000 എന്ന് തന്നിരിക്കുന്നു. നമുക്കത് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എന്തിനാണ് എഴുതിയിരിക്കുന്നതെന്ന് സംശയം ഉണ്ടാവാം. അത് ട്രയൽ ബാലൻസ് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം അതൊരു ചെലവിനമാണ്. അതുകൊണ്ടാണ് എല്ലാ ചെലവിനങ്ങളും ഡെബിറ്റ് എമൗണ്ട് കോളത്തിലും എല്ലാ വരുമാന ഇനങ്ങളും അത് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലുമാണ്. അതുപോലെ തന്നെ എല്ലാ ആസ്തികളും അസറ്റുകളും ഡെബിറ്റ് എമൗണ്ട് കോളത്തിലും എല്ലാ ബാധ്യതകളും ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലും അങ്ങനെയാണ് കാണിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരു അസറ്റാണ് എന്ന് ചോദിച്ചാലും പറഞ്ഞാലും തിരക്കേടില്ല. ഇനി എന്തോ ആവട്ടെ 8000. ദെൻ റെൻ്റ് ആൻഡ് റേറ്റ്സ് അത് നമുക്ക് ഓഫീസിൽ വരുന്ന ചിലവാണ്, ഫാക്ടറിയിൽ വരുന്ന ചിലവല്ല. അത് 300 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ അത് ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. നോക്കൂ, ഓഫീസ് എക്സ്പെൻസുകളെല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുക്കുക. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് മുകളിൽ ഫാക്ടറി എക്സ്പെൻസ് ആണ്, പ്രൊഡക്ഷന് മുൻപുള്ള ചിലവുകളാണ്, ഫാക്ടറി എക്സ്പെൻസ് ആണ്. നോക്കൂ, എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് സൈഡിലാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ആണെങ്കിലും ശരി, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ആണെങ്കിലും ശരി, ചിലവുകളെല്ലാം ഡെബിറ്റ് സൈഡിലാണ് വരിക. ട്രേഡിംഗ് അക്കൗണ്ട് പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമുള്ള ചിലവുകൾ, വരുമാനങ്ങൾ അതിൻ്റെ അക്കൗണ്ടാണ്. അഥവാ പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷന് മുമ്പുള്ള ചിലവുകൾ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അത് ഓഫീസുമായി ബന്ധമുള്ളതോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ളതോ ആയിട്ടുള്ള ചിലവുകളുടെ കാര്യങ്ങളാണ് കാണിക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്കാണ് എഴുതേണ്ടത്. അതിന് ശേഷം ഓപ്പണിംഗ് സ്റ്റോക്ക് 8000 എന്ന് എഴുതി. അതിനുശേഷം ഇന്നർ കോളത്തിൽ പേർച്ചേസസ് 50,000 കാണിക്കുക. പേർച്ചേസ് നിന്ന് ഈ കംപ്ലൈൻറ്റോ ഡാമേജോ ഉള്ള പേർച്ചേസുകൾ നമ്മൾ റിട്ടേൺ അയക്കും. അത് നമ്മുടെ ഈ വർഷത്തെ പർച്ചേസായിട്ട് കൂട്ടാൻ പറ്റില്ല. ആ റിട്ടേൺ പോയത് 300 കഴിച്ച് ബാക്കിയുള്ള 49,700 ആണ്. 50,000 നിന്ന് 300 പേർച്ചേസ് ചെയ്തതിൽ നിന്ന് 300 റിട്ടേൺ പോയിട്ട് ബാക്കിയുള്ള 49,700 ആണ് നമ്മുടെ ഈ വർഷത്തെ നെറ്റ് പേർച്ചേസ് എന്നാണ് പറയുന്നത്. സോ അതെപ്പോഴും ഇന്നർ കോളത്തിൽ അത് മൈനസ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്. നോക്കൂ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെലവിനമാണ് പേർച്ചേസ് എങ്കിൽ സെയിൽസ് നമ്മുടെ ഒരു വരുമാന ഇനമാണ്. വിൽപ്പനയിലൂടെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അതും ഇന്നർ കോളത്തിൽ ഇതുപോലെ തന്നെ കാണിക്കണം. സെയിൽസ് റിട്ടേൺസ് അതിൽ നിന്ന് മൈനസ് ചെയ്യണം. നമ്മൾ കംപ്ലൈൻറ്റോ ഡാമേജോ ഉള്ള ഐറ്റംസ് ആൾക്കാർ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഈ വർഷത്തെ സെയിലായിട്ട് കണക്കാക്കാൻ പറ്റില്ല. സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് കഴിച്ചുള്ളത് ബാക്കിയുള്ള എമൗണ്ടാണ് നമുക്ക് നെറ്റ് സെയിൽസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇവിടെ നോക്കുക, 82,000 സെയിൽസ് റിട്ടേൺസ് കഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 600 കഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 81,400 നോക്കൂ, അത് നെറ്റ് സെയിൽസാണ്. നെറ്റ് സെയിൽസാണ് ഇൻകം സൈഡിൽ നമ്മുടെ നെറ്റ് ഇൻകമായിട്ട് നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഒരു ചിലവായിട്ട് എടുത്തു. ഓപ്പണിംഗ് സ്റ്റോക്കിന് വേണ്ടിയിട്ട് ആ സ്റ്റോക്ക് എങ്ങനെ ഉണ്ടായി, നമ്മളൊരു കാലത്ത് പണം കൊടുത്ത് മേടിച്ചാൽ അതാണ് ഇപ്പോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ വർഷത്തെ ചിലവിനത്തിൽ ആ എമൗണ്ട് കയറി, ആ സ്റ്റോക്കിൻ്റെ എമൗണ്ട് കയറി 8000. നോക്കൂ, ഈ വർഷം അവസാനിച്ചപ്പോൾ 1000 രൂപയുടെ സ്റ്റോക്ക് നമുക്ക് ഉപയോഗിക്കാനായി വന്നില്ല. മിച്ചം ബാക്കി ഇരിപ്പുണ്ട്. ക്ലോസിങ്ങിൻ്റെ സമയത്ത് അവിടെ ഇരിപ്പുണ്ട്. കട പൂട്ടാൻ നേരത്തെ ഇപ്പോഴും അത് ഉപയോഗിക്കാതിരിക്കുന്നുണ്ട്. എന്നർത്ഥം 7000-ൻ്റെ സ്റ്റോക്കെ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ചുള്ളൂ എന്നർത്ഥം. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഫുൾ എമൗണ്ടിൽ നമ്മൾ ഈ വർഷം കണക്ക് കയറ്റിയെങ്കിൽ അതിലെടുക്കാതിരുന്നത് ക്ലോസിംഗ് സ്റ്റോക്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുകയും വേണം എന്നതാണ് അതിൻ്റെ ശരിയായ ലോജിക്ക്. നോക്കൂ, ഇനി അത് കൂടാതെ പിന്നെ എന്താണ് എഴുതേണ്ടത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. വേജസ് ഉണ്ടെങ്കിൽ 500 ഉണ്ട് വേജസ്, അത് എഴുതണം. ക്യാരേജ് ഇൻവേർഡ്, അകത്തേക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് എന്നതിൻ്റെ വണ്ടിക്കൂലിയാണ് ക്യാരേജ് ഇൻവേർഡ് 200, അത് എഴുതണം. ഗ്രോസ് പ്രോഫിറ്റ്, അങ്ങനെ ഈ ഇൻകങ്ങളും ചെലവുകളും തമ്മിലുള്ള വ്യത്യാസം. അതായത് നോക്കൂ, ഈ വർഷത്തെ ട്രേഡിംഗ് അക്കൗണ്ടിലെ പ്രൊഡക്ഷനായിട്ട് നേരിട്ട് ബന്ധമുള്ള വരുമാനങ്ങൾ കൂട്ടിയെടുത്തപ്പോൾ 82,400 കിട്ടിയത്. ആ വരുമാനം ഇങ്ങോട്ടേക്ക് അതർ സൈഡിലേക്ക് കൊണ്ടുവന്ന് 82,400. എന്നിട്ട് അതിനകത്തു നിന്നുള്ള ബാക്കിയുള്ള ചിലവുകൾ ഈ 8000, 49,700, 500, 200 ഇത്ര ചിലവുകളുള്ളൂ. ഇതെല്ലാം കൂടി കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിൽ നിന്ന്, അതായത് ചിലവ് എമൗണ്ട്, ആകെ വരുമാനത്തിൽ നിന്ന് ആകെ ചിലവ് കഴിച്ചാൽ ബാക്കിയുള്ളതാണ് ലാഭം. അത് 24,000 ആണ്. ആകെ വരുമാനം 82,400. അതിൽ നിന്ന് ആകെ ചിലവതായി കാണുന്ന എമൗണ്ടുകളെല്ലാം ടോട്ടൽ ചെയ്യുന്നത്, അത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 24,000 എന്നുള്ളത് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നു. ഇതൊരു റഫ് കണക്കാണ്. ഫൈനലായ നമ്മുടെ കമ്പനിയുടെ ഈ വർഷത്തെ പ്രവർത്തന ലാഭമല്ല ഇത്. പിന്നെ
ഫാക്ടറിയിലെ ചിലവുകൾ മാത്രം എടുത്തുകൊണ്ട്, പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ചിലവുകൾ മാത്രം എടുത്തുകൊണ്ട്, പ്രൊഡക്ഷൻ മുൻപ് സംഭവിച്ച ചിലവുകൾ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയ ട്രേഡിംഗ് അക്കൗണ്ടിലെ ഒരു റഫ് ഇൻകം എന്ന് വേണമെങ്കിൽ പറയാം. നോക്കൂ, ഈ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ നിലനിർത്താനുള്ളതാണോ? അല്ല, ഇത് കൊണ്ടുപോകാനുള്ളതാണ്. ട്രാൻസ്ഫർ ചെയ്ത് അടുത്ത ഇതിന് ശേഷം ഉണ്ടാക്കുന്ന തൊട്ട് താഴെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണെന്ന് അർത്ഥം. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഈ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ ചെയ്യുകയും അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ വലതുവശത്ത് ബ്രോഡ് ഡൗൺ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ ബ്രോഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞു. ബൈ ഗ്രോസ് പ്രോഫിറ്റ് നോക്കൂ. അപ്പോൾ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സൈഡ് മാറും. ഡെബിറ്റ് സൈഡിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിലേക്ക് മാറും. അത് അക്കൗണ്ടൻസിയിലെ നിയമമാണ്, അത് പഠിച്ചിരിക്കുക. ഒരു അക്കൗണ്ടിലെ ബാലൻസ് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ അക്കൗണ്ട് ബാലൻസ് സൈഡ് മാറ്റിയാണ് എഴുതുക. ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് 24,000 ട്രാൻസ്ഫർ വന്നപ്പോൾ നോക്കൂ, തൊട്ട് താഴെയുള്ള അക്കൗണ്ടിലേക്ക് നിന്ന് വീഴുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അത് കൃത്യമായി ഓർത്തിരിക്കുക. ഈ കണക്കിൽ മാത്രമല്ല, മറ്റെല്ലാ കണക്കിലും ഇത് ബാധകവുമാണ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഓഫീസുമായി ബന്ധപ്പെട്ട ഇൻകങ്ങളാണ് എഴുതുക. നോക്കൂ, ഇവിടെ എല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നിരിക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഐറ്റംസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റംസും. അപ്പോൾ നമ്മളതിൽ നിന്ന് ഓരോ ഐറ്റംസും തിരിച്ചെഴുതണം. അത് അറിയാനുള്ള ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. നോക്കൂ, ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കേണ്ട ഐറ്റമാണ്. റെൻ്റ് ആൻഡ് റേറ്റ്സ്, അത് ഓഫീസിലെ റെൻ്റ് ആൻഡ് റേറ്റ്സ് ആണ് 300 രൂപ. അത് ഓഫീസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ ചിലവിനമായിട്ട് എടുക്കണം. ട്രേഡ് എക്സ്പെൻസസ് പേര് വെക്കുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട് വല്ല ബന്ധമുണ്ടെന്നൊക്കെ തോന്നുമെങ്കിലും അങ്ങനെയല്ല. ട്രേഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചിലവെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നമുക്ക് പ്രൊഡക്ഷൻ കഴിഞ്ഞാണ് വിൽപ്പന. അപ്പോൾ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചിലവുകൾ ഓഫീസിലാണ് വരിക 600. സെയിൽസ് റിട്ടേൺസ് നമുക്കറിയാം. സെയിൽസിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഈ വരുമാന സൈഡിലാണ് സെയിൽ. അതിൽ നിന്ന് മൈനസ് ചെയ്യണ ഇന്നർ കോളത്തിൽ എഴുതേണ്ട എമൗണ്ടാണ്. അത് 82,000 സെയിലിൽ നിന്ന് 600 സെയിൽസ് റിട്ടേൺസ് കഴിച്ച് നമ്മൾ എഴുതിയല്ലോ. 82,000 നിന്ന് 600 കഴിച്ച് ബാക്കി 81,400. പേർച്ചേസസ് 50,000 നമുക്ക് ഇവിടെ പേർച്ചേസസ് നമ്മളിവിടെ എടുത്തു കഴിഞ്ഞു. ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്തു കഴിഞ്ഞു. പ്രൊഡക്ഷനായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. പേർച്ചേസിൽ നിന്ന് മൈനസ് ഇന്നർ കോളത്തിൽ മൈനസ് ചെയ്യേണ്ട ഐറ്റമാണ് പേർച്ചേസ് റിട്ടേൺസ്. 50,000 നിന്ന് 300 ഒഴിച്ച് കുറച്ച് 49,700 അതും എടുത്തു കഴിഞ്ഞു. ക്യാരേജ് ഇൻവേർഡ്, അകത്തേക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഫാക്ടറിക്കുള്ളിലേക്ക് സാധനങ്ങൾ ലോറി മേടിച്ചുകൊണ്ട് വന്നതിൻ്റെ വണ്ടിക്കൂലി 200, അത് ഡെബിറ്റാണ്. ഓക്കെ, ക്യാരേജ് ഇൻവേർഡ് 200. ഇനി എന്തൊന്നാണുള്ളത്? വേജസ് 500. തീർച്ചയായിട്ടും വേജസ് നമ്മൾ എഴുതി 500, അതും ഇവിടെ എഴുതി കഴിഞ്ഞു. ക്യാരേജ് ഇൻവേർഡ്, വേജസ്. പിന്നെ എന്താണ്? ഡിസ്കൗണ്ട് അലൗഡ് 40. നമുക്ക് ഡിസ്കൗണ്ട് അലൗഡ് വേജസ് ഒക്കെ ഫാക്ടറിയിൽ കൊടുക്കുന്ന തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലിയാണേ. സാലറിയൊക്കെ ഓഫീസിൽ കൊടുക്കുന്നതും. അത് വേജസ് എന്ന് വാക്ക് കേട്ടാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, നേരെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കൊണ്ടുവന്ന് എഴുതുക, അത്രേ ഉള്ളൂ. ഇനി അതേസമയം സാലറി എന്ന് കേട്ടാലോ നേരെ ഓഫീസിൽ കൊണ്ടുവന്ന് എഴുതണ്ട. സാലറി 2,000, അത് നമ്മൾ എന്ത് ചെയ്തു? സാലറി 2,000 ഇവിടെ കണക്കിൽ കണ്ടോ. അത് ഇവിടെ എഴുതിയേക്ക് നോക്കൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആദ്യത്തെ ഐറ്റമായിട്ട് എഴുതിയിരിക്കുന്നു. ഇനി ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് നമ്മൾ കൊടുത്തു 40. അത് ഇതുപോലെ തന്നെയാണ്. ഡിസ്കൗണ്ട് അലൗഡ് നമുക്ക് ഓഫീസിൽ കാണിക്കേണ്ടതാണ്. ഓഫീസ് ചിലവായിട്ട് കാണിച്ച് ഡിസ്കൗണ്ട് അലൗഡ് 40. അതേസമയം ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണെങ്കിലോ അതാ 50 ഉണ്ടോ. അത് ഇതാ ഇൻകം സൈഡിൽ കാണിച്ച് നോക്കൂ. ഡിസ്കൗണ്ട് അലൗഡ് ആണെന്ന് ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ല. ഡിസ്കൗണ്ട് എന്ന് മാത്രമുള്ളെങ്കിലും ഇവിടെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിലാണോ അത് ഡിസ്കൗണ്ട് അലൗഡ് ആണ്. കാരണം ചിലവായാണ് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ കാണുന്നത് മുഴുവൻ. അതേസമയം ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് എടുത്തു പറഞ്ഞില്ല. വെറുതെ ഡിസ്കൗണ്ട് എന്ന് മാത്രമാണ് തന്നിട്ട് എമൗണ്ട് ഇവിടെ 50 എന്ന് കാണിച്ചാലോ അപ്പോഴും അത് ഇൻകമാണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കോമൺ സെൻസ് നമുക്കുണ്ടാകണം. കാരണം ക്രെഡിറ്റിലാണ് എമൗണ്ട് കിടക്കുന്നത്. ഉണ്ടോ, ഇത് ഡെബിറ്റ് എമൗണ്ട്, ഇത് ക്രെഡിറ്റ് എമൗണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് കൂടി വേണം അതെവിടെ എടുക്കണം ഡിസൈഡ് ചെയ്യാൻ. അങ്ങനെയുള്ള കണക്കുകൾ. ഇതിപ്പോൾ ഈ കണക്കിൽ കുഴപ്പമില്ല. ഇവിടെ അലൗഡ് റിസീവ്ഡ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. സ്പെസിഫിക്കായി പറയാത്ത കണക്കുകളും ഉണ്ടാകാം. ഇനി കമ്മീഷൻ ഇവിടെ കമ്മീഷൻ റിസീവ്ഡ് ആണോ അലൗഡ് ആണോ കൺഫ്യൂഷൻ വന്നു. പക്ഷേ അപ്പോൾ നോക്കുക, ഇതെവിടെ കിടക്കണ എമൗണ്ട്? 10 രൂപ ഡെബിറ്റ് എമൗണ്ട് കോളത്തിലാണ്. ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ വരുന്നത് എന്തായിരിക്കും? തീർച്ചയായിട്ടും ട്രയൽ ബാലൻസ് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ വന്നാൽ അതിൻ്റെ അർത്ഥം അത് ചെലവിനമാണ്. സോ കമ്മീഷൻ പെയ്ഡ് ആണ്. സോ നമുക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കമ്മീഷൻ പെയ്ഡ് 10 രൂപ എഴുതാം അല്ലേ. ഇനി സാലറീസ് 2,000 സാലറി ചിലവാണ്. തീർച്ചയായിട്ടും നമ്മൾ സാലറി കൊടുക്കലേ ഉള്ളൂ കമ്പനി അല്ലേ. കമ്പനി എവിടെയും പണിക്ക് പോയി സാലറി മേടിക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും സാലറീസ് ആദ്യത്തെ ഐറ്റമായിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സാലറീസ്. ലീഗൽ ചാർജസ് 50. ഓക്കെ, ലീഗൽ ചാർജസ് ഓഫീസുമായി ബന്ധപ്പെട്ട ചിലവാണ്. പ്രൊഡക്ഷന് ശേഷമുള്ള ചിലവാണ്. ഓഫീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓഡിറ്റ് ഫീ, ഓഡിറ്റർമാരൊന്നും പ്രൊഡക്റ്റുമായിട്ടും പ്രൊഡക്ഷനുമായിട്ടും നേരിട്ട് ബന്ധം ഫാക്ടറിയിലേക്ക് പോകുന്നില്ല. തീർച്ചയായിട്ടും അത് 60. അത് തീർച്ചയായിട്ടും എവിടെ വരും? അത് ഓഫീസിലാണ് വരിക. ഓഡിറ്റ് ഫീയും അത്തരത്തിലുള്ള ഒരു ചിലവാണ് 60 രൂപ. ഇനി ബാങ്ക് ചാർജസ് 40. ബാങ്ക് ചാർജസും ഓഫീസുമായി ബന്ധപ്പെട്ട ചിലവാണ്. അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നെയാണ്, ഡെബിറ്റ് സൈഡിലെ. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ്
ഇത് മാത്രം എന്തേ നോക്കിയേ ഇൻകം സൈഡിലാണ് കിടക്കുന്നത് അല്ലേ, അതായത് ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ബാങ്കിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പലിശ കിട്ടുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ 260 രൂപ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുപോയി എഴുതാം. അപ്പോൾ 2 വരുമാനങ്ങളേ ഉള്ളൂ. ഒന്ന് ഡിസ്കൗണ്ട് റിസീവ്ഡ് 50, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 260. ആ ഡിസ്കൗണ്ട് റിസീവ്ഡ്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, റിപ്പയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറി റിപ്പയർ എന്നൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. വെറുതെ സിംപ്ലി റിപ്പയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓഫീസ് റിപ്പയർ ആണെന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അത് മനസ്സിലാക്കിയിരിക്കുക 260. അതുപോലെ തന്നെ പോസ്റ്റേജ് എന്ന് വെച്ചാൽ സ്റ്റാമ്പ് മേടിച്ചതോ ഇൻലൻഡ് മേടിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റൽ രജിസ്റ്റേർഡ് ലെറ്റർ അയച്ചതിൻ്റെയൊക്കെ കാശായിരിക്കാം. അപ്പോൾ അത് 50 എന്നതായിരിക്കും. തീർച്ചയായിട്ടും അത് ഓഫീസിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് 1000, അതെപ്പോഴും ട്രയൽ ബാലൻസിന് വെളിയിലായിരിക്കും തന്നിരിക്കുക, അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടായിരിക്കും തരിക. അത് നമ്മളെപ്പോഴും ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കേണ്ടതുണ്ട്. പിന്നെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും എടുക്കേണ്ട ഐറ്റമാണ്. നോക്കൂ, ഇവിടെ ഈ ഗ്രോസ് പ്രോഫിറ്റും പിന്നെ ബാക്കിയുള്ള 2 വരുമാന ഐറ്റമുള്ളൂ. രണ്ടും കൂടി കൂട്ടിയപ്പോൾ 24,310 കിട്ടി. ആ 24,310 വരുമാന സൈഡ് കൂടുതലായതുകൊണ്ടാണ് ഈ സൈഡ് കൂട്ടിയത്. ചിലവ് സൈഡാണ് കൂടുതലെങ്കിൽ അതേ കൂട്ടുള്ളൂ. ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ മനസ്സിലാകണം, ഇവിടെ ചെറിയ ചെറിയ എമൗണ്ടുകളേ ഉള്ളൂ. 2000 ആണ് ഏറ്റവും വലിയ സംഖ്യ. പക്ഷേ ഇവിടെ വലിയൊരു ഫിഗർ ഉണ്ട് 24,000. അപ്പോൾ തന്നെ ഈ സൈഡാണ് കൂടുതലാവാൻ ചാൻസ്. അപ്പോൾ ഇവിടെ കൂട്ടുക. ഓക്കെ, അങ്ങനെ ഒരു ഏകദേശം ഒരു നോട്ടം നോക്കണം. എന്നിട്ട് വേണം നമ്മളെവിടെയാണ് കൂടുതലും തീരുമാനിച്ച് കൂട്ടാൻ തുടങ്ങാനായിട്ട്. ഇനി ഇവിടുത്തെ ചിലവിനങ്ങൾ ഇത്ര എമൗണ്ട് ഉള്ളൂ, അതെല്ലാം സെപ്പറേറ്റ് വേറെ കൂട്ടിയെടുക്കുക. എന്നിട്ട് 24,310 ചിലവിനങ്ങൾ മൈനസ് ചെയ്യുമ്പോഴത്തേക്കും അതേതാണ്ട് 3000-അടുത്തേ ഉള്ളൂ. ബാക്കി 20,900 നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. കണ്ടോ, ചിലവ് കഴിച്ചിട്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഇത്ര ഉള്ളൂ. എന്നിട്ട് ഇൻഡയറക്റ്റ് ഇൻകങ്ങൾ 2 ഐറ്റമേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 24,310 ആണ്. 24,310 ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ കഴിച്ച് ബാക്കിയുള്ള 20,900 നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ഈ നെറ്റ് പ്രോഫിറ്റ് ഉടമസ്ഥൻ അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഉടമസ്ഥൻ്റെ ഫണ്ടിലേക്കാണ് അത് പോകേണ്ടത്. ഉടമസ്ഥൻ്റെ ഫണ്ടിനെ പറയുന്ന പേര് ക്യാപിറ്റൽ എന്നാണ്. സോ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. ഇങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഇത് നമ്മൾ ചെയ്യുന്നത്. താങ്ക് യു.